പോലീസ് അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ച് മുന്നണി യോഗത്തിൽ വിശദീകരണം നൽകി മുഖ്യമന്ത്രി. പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ല. പോലീസ് വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി. അതിനിടെ CPI സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിനെതിരെ വിമർശനമുയർന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും യോഗത്തിൽ ഉന്നയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ നിയമസഭ കൂടിയിരിക്കുകയാണ്. പോലീസ് അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. ഏതാണ്ട് 40 മിനിറ്റോളം എടുത്ത് ഈ പോലീസ് അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നീലിമ, ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ലോക്കപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊരു വിശദീകരണം നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലടക്കം മറ്റ് വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോഴും ഈ വിഷയത്തിൽ, അതായത് ലോക്കപ്രവർത്തനം അടക്കമുള്ള സംഭവങ്ങൾ നിരന്തരം പോലീസിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കാനേ തയ്യാറായില്ല. എന്തായാലും മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഈ പോലീസ് മർദ്ദനങ്ങളും അടക്കമുള്ള വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. നമ്മൾ വിചാരിച്ച കണക്ക് തന്നെയാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവം, അത് ഈ കണ്ട ഇത്രയും പരാതികൾ ഉയരുന്നതെല്ലാം ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് തോന്നിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇടതുമുന്നണി യോഗത്തിൽ പറയുകയും ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണുവാനുള്ള ശ്രമങ്ങളാണ് പലയിടങ്ങളിൽ നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഈ കാണുന്നതല്ല, ഇപ്പോൾ നിലവിൽ നടക്കുന്നതും സംഭവിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനെ കരിവാരിത്തേക്കാൻ നടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞത്. 40 മിനിറ്റോളം ആണ് ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചത്. 40 മിനിറ്റും ഈ 40 മിനിറ്റും അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലറിയാം, നമുക്ക് വിവിധ തലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ജില്ലകളിലടക്കം പരാതികൾ വ്യാപകമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. ഇത് കേവലം ഒരു പരാതിയല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും പരാതികൾ അത് വീഡിയോ ക്ലിപ്പിംഗ് അടക്കം പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം സമീപനങ്ങളിൽ അങ്ങനെ തെളിവ് സഹിതമാണ് ഈ വാർത്തകളടക്കം വരുന്നത്. അങ്ങനെ ഈ വാർത്തകളടക്കം വരുമ്പോഴും മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനം മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. മുമ്പ് നവകേരള യാത്ര നടത്തിയ സമയത്തുണ്ടായിരുന്ന അക്രമങ്ങളെല്ലാം മുഖ്യമന്ത്രി കണ്ടത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. അതിനൊരു യാതൊരു മാറ്റവുമില്ല. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഇത്രയും ഈ സംഭവങ്ങളിലൂടെയെല്ലാം ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും പ്രതികൂട്ടിലായി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രതികൂട്ടിലായി നിൽക്കുമ്പോഴും പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ളപ്പോഴും പോലീസിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ നടപടികൾ പറയാനോ ഒന്നും തയ്യാറാകാതെ പോലീസിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റൊന്നും അല്ല വിചാരിച്ചതെന്നറിയാം. പൊതുജനങ്ങളടക്കം വിചാരിക്കുന്നതും ഇത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെയൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ച് മുന്നണി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്.